എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിൻ്റെ ഭാഗമായിട്ടുള്ള അപേക്ഷ സമർപ്പിച്ച വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ട്രയൽ അലോട്ട്മെൻറ്റ് റിസൾട്ട് ഇന്ന് വൈകുന്നേരം 5 മണിക്ക് അറിയാൻ സാധിക്കുന്നതാണ്. admission.uoc.ac.in/admission എന്നുള്ള പേജ് വഴി വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ട്രയൽ അലോട്ട്മെൻറ്റ് ഇന്ന് വൈകുന്നേരം 5 മണിയോടെയാണ് അറിയാൻ സാധിക്കുക. ട്രയൽ അലോട്ട്മെൻറ്റ് പരിശോധിച്ച ശേഷം അപേക്ഷയിൽ എന്തെങ്കിലും എഡിറ്റോ മറ്റോ ചെയ്യേണ്ടതുണ്ട് എങ്കിൽ ജൂൺ 18-ാം തീയതി വൈകുന്നേരം 4 മണി വരെയാണ് വിദ്യാർത്ഥികൾക്ക് എഡിറ്റ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടായിരിക്കുക. അപ്പോൾ എങ്ങനെയാണ് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് പരിശോധിക്കുക എന്നുള്ള കാര്യം നമുക്ക് ആദ്യം നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്കിവിടെ ഈ ഒരു admission.uoc.ac.in/admission എന്നുള്ള പേജിലേക്ക് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഇവിടെ FIUGP 2025-26 സ്റ്റുഡൻറ്റ് ലോഗിൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ സ്റ്റുഡൻറ്റ് ലോഗിൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും വി വിൽ ബാക്ക് സൂൺ എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കും. അപ്പോൾ ഇത് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ ഒരു ട്രയൽ അലോട്ട്മെൻറ്റ് വരുന്നതിനായിട്ടുള്ള പ്രോസസ്സ് നടക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഈ ഒരു പേജിൽ കാണിക്കുന്നത്. ട്രയൽ അലോട്ട്മെൻറ്റ് വന്ന സമയത്ത് നിങ്ങൾക്ക് കൃത്യമായിട്ട് ലോഗിൻ ID-യും കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങളവിടെ ആ ഒരു രജിസ്ട്രേഷൻ നമ്പറും പാസ്വേഡും അത് കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാവുന്നതും. അതിനുശേഷം അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ കൺഗ്രാറ്റുലേഷൻ യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. ഏത് കോഴ്സിലാണ് അലോട്ട്മെൻറ്റ് കിട്ടിയതെന്ന് കാണാൻ പറ്റും. അതേസമയം അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ സോറി യു ഹാവ് നോ അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്രയുമാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുക. അപ്പോൾ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ലെങ്കിലും പ്രത്യേകിച്ച് നിലവിൽ അഡ്മിഷൻ കിട്ടത്തില്ല, കാരണം ട്രയൽ അലോട്ട്മെൻറ്റ് ആണ്. അപ്പോൾ അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ അപേക്ഷയിൽ എന്തെങ്കിലും തരത്തിലുള്ള എഡിറ്റും കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിനുള്ള അവസരം ഈ ജൂൺ 18-ാം തീയതി വരെയാണ്. അതിനുശേഷം ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുക ജൂൺ 21-ാം തീയതിയാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു രീതിയിൽ ഈ ജൂൺ 21-ാം തീയതിയാണ് നിങ്ങളുടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ഷെഡ്യൂൾ നിലവിൽ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിവിടെ ഈ ഷെഡ്യൂൾ ജസ്റ്റ് നോക്കിയാൽ മനസ്സിലാക്കാം. അതായത് 16-ാം തീയതി, അത് ഇന്നാണ് ഈ ഒരു ട്രയൽ അലോട്ട്മെൻറ്റ്. 16-ാം തീയതി മുതൽ 18-ാം തീയതി വൈകുന്നേരം 3 മണി വരെയാണ് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാവുക. 21-ാം തീയതിയാണ് നിങ്ങളുടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരിക. അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ മാൻഡേറ്ററി ഫീ പേയ്മെൻറ്റ് ഓഫ് കൺഫർമേഷൻ ഫസ്റ്റ് അലോട്ട്മെൻറ്റ്, അത് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് നിങ്ങൾക്ക് ഈ ഒരു കൺഫേം ചെയ്യുന്നതിനായിട്ട് നിങ്ങൾ 21-ാം തീയതി മുതൽ, ജൂൺ 21-നാണ് അലോട്ട്മെൻറ്റ് വരിക, അന്ന് മുതൽ ജൂൺ 25-ാം തീയതി വൈകുന്നേരം 5 മണി വരെയാണ് ഫീ പേയ്മെൻറ്റ് ചെയ്ത് നിങ്ങളുടെ സീറ്റ് കൺഫേം ചെയ്യാൻ സാധിക്കുക. അതുപോലെ തന്നെ ഈ ഒരു ഹയർ ഓപ്ഷൻ ക്യാൻസലേഷൻ ചെയ്യാനായിട്ടുള്ള ഒരു അവസരം, അതായത് നിങ്ങൾക്കിപ്പോൾ ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടി, നിങ്ങൾ ആ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്തു. അപ്പോൾ അങ്ങനെ ഫീ പേയ്മെൻറ്റ് ചെയ്ത ശേഷം നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻ ഇനി അടുത്ത അലോട്ട്മെൻറ്റിൽ പരിഗണിക്കേണ്ട എന്നുണ്ടെങ്കിൽ ഹയർ ഓപ്ഷൻസ് നിങ്ങൾക്ക് ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് ശേഷം റിമൂവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിനുള്ള അവസരം ജൂൺ 21 മുതൽ 24-ാം തീയതി വൈകുന്നേരം 5 മണി വരെയാണ്. അതിനുശേഷം സെക്കൻഡ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുന്നത് ജൂൺ 27-ാം തീയതി ഉച്ചയ്ക്ക് 12 മണിക്കാണ് റിസൾട്ട് പ്രസിദ്ധീകരിക്കുക. അതിനുശേഷം നിങ്ങൾക്ക് മാൻഡേറ്ററി ഫീ പേയ്മെൻറ്റ് ആൻഡ് പെർമനൻറ്റ് അഡ്മിഷൻ അറ്റ് ദ കോളേജ്, അതായത് സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷം നിങ്ങൾക്ക് ആദ്യമായിട്ടാണ് സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടുന്നതെങ്കിൽ ഈ ജൂൺ 27 മുതൽ ജൂലൈ 2-ാം തീയതി വൈകുന്നേരം 3 മണി വരെ നിങ്ങൾക്ക് ഫീ പേയ്മെൻറ്റ് ചെയ്യാവുന്നതും. അതുപോലെ ഫസ്റ്റ് അലോട്ട്മെൻറ്റോ സെക്കൻഡ് അലോട്ട്മെൻറ്റോ ഏത് അലോട്ട്മെൻറ്റിലാണ് നിങ്ങൾക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് അലോട്ട്മെൻറ്റ് കിട്ടിയത്, ആ ഒരു കിട്ടിയിട്ടുള്ള കോളേജിൽ പോയിട്ട് പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കാനുള്ള അവസരം എന്ന് പറയുന്നത് ജൂൺ 27 മുതൽ ജൂലൈ 2-ാം തീയതി വരെയാണ്. അതിനുശേഷം സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷം നിങ്ങൾക്ക് ഇതേ സമയത്തിനുള്ളിൽ തന്നെ ഹയർ ഓപ്ഷൻസ് റദ്ദ് ചെയ്യാനുള്ള സൗകര്യം ലഭ്യമാണ്. അതായത് ജൂൺ 27 മുതൽ ജൂലൈ 2-ാം തീയതി വരെയാണ്. അതിനുശേഷം എഡിറ്റിംഗ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉള്ളത് ഈ ജൂലൈ 3 മുതൽ ജൂലൈ 4-ാം തീയതി വരെയും. അതിനുശേഷം PWD കോട്ട റാങ്ക് ലിസ്റ്റ് കോളേജിൽ പ്രസിദ്ധീകരിക്കുന്നത് ജൂൺ 30-ാം തീയതിയാണ്. ജൂൺ 30-ാം തീയതി 12 മണിക്കാണ് പ്രസിദ്ധീകരിക്കുക. അതുപോലെ കമ്മ്യൂണിറ്റി കോട്ട റാങ്ക് ലിസ്റ്റും പ്രസിദ്ധീകരിക്കുന്നത് അന്നേ ദിവസം 2 മണിക്കാണ്. സ്പോർട്സ് കോട്ട റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുക ജൂലൈ 1-ാം തീയതി ഉച്ചയ്ക്ക് 12 മണിക്കാണ്. അതുപോലെ തന്നെ അഡ്മിഷൻ അണ്ടർ PWD കമ്മ്യൂണിറ്റി സ്പോർട്സ് കോട്ട, അതായത് ഈ ഒരു അഡ്മിഷൻ നടക്കുക ജൂലൈ 1 മുതൽ അഡ്മിഷൻ ക്ലോസിംഗ് ഡേറ്റ് വരെയാണ്. അതുപോലെ തന്നെ അഡ്മിഷൻ ക്ലോസിംഗ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സിറ്റിയുടെ ആ ഒരു അഡ്മിഷൻ ക്ലോസ് ചെയ്യുന്നത് വരെ എന്നാണ് അർത്ഥമാക്കുന്നത്. അതുപോലെ തന്നെ മാനേജ്മെൻറ്റ് കോട്ടയിലേക്കുള്ള അഡ്മിഷൻ ജൂലൈ 1 മുതൽ ഈ ഒരു യൂണിവേഴ്സിറ്റിയുടെ അഡ്മിഷൻ ക്ലോസ് ചെയ്യുന്നവരെയാണ് നടക്കുന്നത്. ക്ലാസ്സുകൾ ജൂലൈ 1-നാണ് നടക്കുന്നത്, അത് ആരംഭിക്കുന്നത്. തേർഡ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുന്നത് ജൂലൈ 7-ാം തീയതി ഉച്ചയ്ക്ക് 12 മണിക്കാണ്. അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് മാൻഡേറ്ററി ഫീ പേയ്മെൻറ്റ് ചെയ്യാനും അഡ്മിഷൻ നേടാനുമുള്ള അവസരം ജൂലൈ 7 മുതൽ ജൂലൈ 12-ാം തീയതി വരെയാണ്. അതുപോലെ തന്നെ ലൈറ്റ് രജിസ്ട്രേഷൻ ആൻഡ് എഡിറ്റിംഗ് ജൂലൈ 15 മുതൽ 19 വരെയാണ്. അതിനുശേഷം ഫസ്റ്റ് സപ്ലിമെൻ്ററി ആദ്യം എയ്ഡഡ് കോളേജിലേക്ക്, പിന്നീട് എയ്ഡഡ് പ്രോഗ്രാംസിലേക്ക്, പിന്നീട് ആ ഒരു രീതിയിൽ അലോട്ട്മെൻറ്റ് പ്രോസസ്സ് നടക്കുന്നത്. അതായത് എയ്ഡഡ് പ്രോഗ്രാംസിലേക്ക് ജൂലൈ 22-ാം തീയതി ഉച്ചയ്ക്ക് 12 മണിക്കാണ് ഫസ്റ്റ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് വരിക.
ആ ഒരു അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥികൾക്ക് ഫീ പേയ്മെൻറ്റ് ചെയ്യാനും ഹയർ ഓപ്ഷൻസ് റദ്ദ് ചെയ്യാനും അതുപോലെ അഡ്മിഷൻ നേടുന്നതിനുമുള്ള സൗകര്യം ജൂലൈ 22 മുതൽ 26 തീയതി വരെ വൈകുന്നേരം 5 മണി വരെയാണ്. അതിനുശേഷം നിങ്ങൾക്ക് സെൽഫ് ഫിനാൻസ് കോളേജിലേക്കുള്ള റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നത് ജൂലൈ 25-നും. അതുപോലെ സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ഫോർ എയ്ഡഡ് പ്രോഗ്രാംസ്, അത് ആ ഒരു മാനേജ്മെൻ്റ് അല്ല സാധാരണ പ്രോഗ്രാംസുകളിലേക്കുള്ള അഡ്മിഷൻ സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് നടക്കുന്നത് ജൂലൈ 29-നും. ആ ഒരു അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഫീ പേയ്മെൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഹയർ ഓപ്ഷൻ ക്യാൻസൽ ചെയ്യാനും അതുപോലെ തന്നെ അഡ്മിഷൻ നേടാനുമുള്ള സൗകര്യം ജൂലൈ 29 മുതൽ ജൂലൈ 31 വരെ വൈകുന്നേരം 5 മണി വരെയാണ്. അതിനുശേഷം നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നത്, അതായത് എയ്ഡഡ് പ്രോഗ്രാംസിലേക്കുള്ള റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത് ഓഗസ്റ്റ് 1-നും അതുപോലെ അഡ്മിഷൻ ക്ലോസ് ചെയ്യുന്നത് ഓഗസ്റ്റ് 25-നുമാണ്. അപ്പോൾ ഈ ഒരു ഡേറ്റിൽ ചില സമയങ്ങളിൽ മാറ്റം ഉണ്ടാവും എന്നാണ് ഇവിടെ അടിയിൽ സൂചിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.